ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പൊ രാവിലെ ബിഗ് ബോസില് കിച്ചണില് നല്ല അടി നടക്കുന്നുണ്ട്. രാവിലെ ഷാനവാസ് കിച്ചണിൽ എത്തിയപ്പോൾ കാണാൻ കിച്ചണിൽ വൃത്തിയല്ല. കാരണം ഇന്നലെ രാത്രിയിലാണെങ്കിലും ഈ രണ ഫാത്തിമയോട് കിച്ചണിന്റെ ആ ഏരിയ ഒക്കെ വൃത്തിയാക്കാനായിട്ട് പറഞ്ഞത് രണ ഫാത്തിമ പറയുന്നുണ്ടായിരുന്നു, ഞാനത് ചെയ്തോളാം, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്തോളാം, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി അതങ്ങ് മറന്നു. ഇപ്പൊ രാവിലെ വൃത്തിയല്ലാത്തതിന്റെ പേരിൽ ഷാനവാസും രണയും കൂടെ നല്ലൊരു അംഗം അവിടെ നടക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പം വേദലക്ഷ്മി ആ പെൺകുട്ടിയും ഷാനവാസും കൂടെ കയറി കോർക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് വേദലക്ഷ്മി ഇടിയെന്ന് വിളിച്ചു. മാത്രമല്ല പുള്ളിക്കാരത്തി അവിടെ പച്ചക്കറി എങ്ങാണ്ട് അരിയാനായിട്ട് വന്നത്. അപ്പൊ താൻ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് കത്തി പിടിച്ചു വാങ്ങി മാറ്റുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പം വേദലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടുത്തെ കിച്ചൺ ക്യാപ്റ്റൻ ഫെയിലാണ്, ലോക തോൽവിയാന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കത്തി പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വേദലക്ഷ്മി എടീന്ന് വിളിക്കുന്നത് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, എനിക്കിഷ്ടമല്ല, എന്നെ എടീന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് മേലെ ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഷാനവാസ് വീണ്ടും വീണ്ടും എടീന്ന് വിളിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കിച്ചൺ ഡ്യൂട്ടി ഞങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, പുറത്തുനിന്ന് ആരും ഒന്നും ചെയ്യേണ്ടെന്ന് ഷാനവാസ് ആവശ്യപ്പെടുന്നു. അപ്പം അവിടെ ഇന്നലെ തന്നെ അനീഷ് ബാക്കിയുള്ള കാര്യങ്ങൾ കിച്ചണിൽ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ഇന്നലെ വന്ന് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ അനീഷിനെ പറഞ്ഞ് വിലക്കുന്നില്ല ഷാനവാസ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പോഴേ വേദലക്ഷ്മി വയ്ക്കുന്നു, എന്തുകൊണ്ട് ഇന്നലെ അനീഷിനോട് അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. അപ്പം വേദലക്ഷ്മിക്ക് കിച്ചണിലല്ല ഡ്യൂട്ടി. എന്നാൽ ഈ പെട്ടെന്ന് ഫുഡ് ഓൾറെഡി എല്ലാ ദിവസവും ഇവിടെ പിന്നെ ബിഗ് ബോസിനകത്ത് ഫുഡ് കഴിക്കുന്നത് ലേറ്റ് ആയിട്ടാണ്, 12 മണിക്കാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് എല്ലാ ദിവസവും. അപ്പൊ അത് പുറത്തുനിന്ന് കണ്ടു വന്നതാണ് വേദലക്ഷ്മിക്ക്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഇവിടെ ലേറ്റാണ്.